എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പാദുവയിലുള്ള ഒരു പള്ളിയാണ്. പാദുവയിലെ പള്ളി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുക അന്തോണീസ് പുണ്യാളൻ്റെ പള്ളിയായിരിക്കും. പക്ഷേ ഇതല്ല. ഇത് സെയിൻറ്റ് ജസ്റ്റീന പുണ്യവതിയുടെ പേരിലുള്ള ഒരു പള്ളിയാണ്. ഇത് പാദുവയിൽ പ്രാത്തോ ദെല്ല വാലി എന്ന് പറഞ്ഞ ആ പാർക്കിനെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന പള്ളിയാണ്. ഈ പള്ളിക്കൊരു പ്രത്യേകതയുണ്ട്. ഇവിടെയാണ് ലൂക്ക സുവിശേഷകൻ്റെ ശവകുടീരയിരിക്കുന്നത്. കാണുന്നില്ലേ? ആ കാണുന്നതാണ് ലൂക്ക സുവിശേഷകൻ്റെ ശവകുടീരം. ഇത് പുള്ളിക്കാരന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചാപ്പലാണ്. അതിൻ്റെ അകത്ത് ഈ പള്ളി നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ്. അധികം ആർക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇവിടെ വിസിറ്റേഴ്സ് കുറവാണ്. സെൻറ്റ് ആൻ്റണീസ് ചർച്ചിലുള്ള പോലെ അത്രയും ഒഴുക്ക് ഇവിടെയില്ല. ഈ കാണുന്നത് പുള്ളിക്കാരനെ കൊണ്ടുവന്ന് ശവപ്പെട്ടിയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തടിപ്പെട്ടിയാണിത്. പിന്നെ നമ്മൾ ഈ കാണുന്നത് ഇവിടെ ഒരു ഹോള് പോലെ ഒരു സംഭവമുണ്ട്. അതിലൂടെ താഴേക്ക് നോക്കിയാൽ നമുക്ക് കുറേ അസ്ഥികൂടങ്ങളൊക്കെ കാണാൻ പറ്റും. രക്തസാക്ഷികളായിട്ട് മരിച്ചവരുടെ അസ്ഥികൂടങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൂടാതെ നല്ല ഭംഗിയുള്ള പള്ളിയാണ്. നല്ല ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ഒത്തിരി നല്ല പെയിൻറ്റിങ്സും സംഭവങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു പള്ളിയാണ്. നെക്സ്റ്റ് ടൈം പാദുവ വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും മിസ് ചെയ്യാതെ വിസിറ്റ് ചെയ്യേണ്ട ഒരു പള്ളിയാണ് ഈ പള്ളി. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.